നമ്മൾ മനസ്സിലാക്കണം, എല്ലാ മേഖലകളിലും ഉള്ളവരെ ജീവിതത്തിന്റെ 25 ലക്ഷം രൂപ വെച്ച് 25 രൂപ നമ്മൾ കൊടുക്കും. അപ്പം എല്ലാ മേഖലകളിലുമുള്ള സാധാരണക്കാരെ കൈപിടിച്ചുയർത്തുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോ പാലവാൻ അവതരിച്ച ബഡ്ജറ്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കെല്ലാം സൗജന്യ ഇൻഷുറൻസ്. അതുപോലെ അപകടത്തിൽപ്പെടുന്നവരെ ആദ്യത്തെ 5 ദിവസമുള്ള ചികിത്സ സൗജന്യമാക്കി കൊടുക്കുക. ഇത് ഗതാഗത വകുപ്പിൽ നിന്ന് തന്നെ ഇതിന്റെ പണം കുറച്ച് പൈസ കണ്ടെത്തും. മറ്റ് പണം ധനകാര്യ വകുപ്പ് നൽകിക്കൊണ്ട് ഒരു വലിയ നിധി രൂപീകരിക്കുകയും എല്ലാ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രി അടക്കം ആക്സിഡന്റ് കെയർ നോക്കാൻ കഴിയുന്ന ആശുപത്രികളുമായി ഒരു ടൈപ്പിലെത്തി അവരിൽ നിന്ന് സർക്കാർ ഒരു ഡിസ്കൗണ്ട് നേടുകയും അപകടത്തിൽപ്പെട്ടവരെ നേരെ ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ആദ്യത്തെ 5 ദിവസത്തെ ചികിത്സയ്ക്ക് യാതൊരു പണവും കൊടുക്കേണ്ടതില്ല. പ്രധാനപ്പെട്ട ചികിത്സകളല്ല, ഒരാളെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 48 മണിക്കൂർ എന്ന് പറയുന്ന ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും. അതായത് ആ സമയത്ത് യഥാർത്ഥമായ നല്ല ചികിത്സ ലഭിച്ചാൽ ആ ജീവനെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അതാണ് പഠനം. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് 2 ദിവസം എന്ന് പ്ലാൻ ചെയ്തെങ്കിലും ബഡ്ജറ്റ് വന്നപ്പോൾ അദ്ദേഹം ബഡ്ജറ്റിൽ വായിച്ചത് 5 ദിവസത്തെ ചികിത്സ സൗജന്യമാക്കി കൊടുക്കണം. 5 ദിവസം എന്ന് പറയുമ്പോൾ ഏതൊരു സാധാരണ ഒരു ബെൻസ് കാർ ഓടിച്ചു പോകുന്ന ഡ്രൈവറും മുതലാളിയും ആക്സിഡന്റിൽ പെട്ടെന്ന് പോയി. ഡ്രൈവറെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ആശുപത്രിയിലേക്കായിരിക്കും, മുതലാളിയെ വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ വരാൻ പാടില്ല. എവിടെയാണോ പണമുള്ള ആളിനെ കൊണ്ടുപോകുന്നത് അവിടെ പാവപ്പെട്ടവരെയും ഡ്രൈവർമാരെയും കൊണ്ടുപോകണം. എല്ലാവരും, ഒരു കാറിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ ചികിത്സയ്ക്ക് അർഹരാകണം എന്നുള്ളതാണ് ബഡ്ജറ്റ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താനുള്ളത്. ഇത് ഇവിടെ ചിലർ പറയുന്നത് BJP അങ്ങനൊന്നും അല്ല. BJP എന്ന് പറഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ മന്ത്രിയായി വന്ന വർഷം 2 ദിവസത്തേക്ക് ഇത്തരം പദ്ധതി കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിക്ക് പദ്ധതി വളരെ ഇഷ്ടപ്പെടുകയും ബാലഗോപാലിനെ വിളിച്ചു വരുത്തി പദ്ധതി നടപ്പിലാക്കാൻ പറയുകയും ചെയ്തു. ദൗർഭാഗ്യവശാൽ ഞാൻ ഇല്ലാത്ത ദിവസം നോക്കി ആരോഗ്യവകുപ്പുമായി ബാലഗോപാൽ മീറ്റിംഗ് വെച്ചു. അവരാണ് ഇതിനെ ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്തു, ഇതിനെ വഴി തെറ്റിച്ചു വിട്ടു. കാരുണ്യക്ക് തന്നെ ഒരുപാട് പൈസ ചെലവാവുകയാണ്, ഇതിന് പൈസ ചെലവാകും. ഇത്രയും 88 കോടി രൂപ അല്ലെങ്കിൽ 94 കോടി രൂപ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് ഞാൻ നിസ്സാരമായിട്ട് സമാഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു അതുകൊണ്ടൊന്നും നിൽക്കത്തില്ല, 100-400 കോടി വേണം എന്ന് പറഞ്ഞ് ബാലഗോപാൽ അന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് ഇത് വായിക്കേണ്ടതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിന്റെ മുമ്പത്തെ ബഡ്ജറ്റിൽ ഇത് വായിക്കേണ്ടതാണ് നേരത്തെ. പക്ഷെ ഇപ്പോൾ അത് 5 ദിവസം എന്ന നിലയിൽ അത് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യം. അങ്ങനെ എല്ലാ മേഖലകളെയും നമ്മൾ തൊടുകയാണ്. ഡിഗ്രി വരെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാഭ്യാസം സൗജന്യമാക്കി എല്ലാ മേഖലകളിലും. അതുപോലെ ഈ ആശാ വർക്കർമാരെ വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാരുടെ ശമ്പളം 2016 ഇപ്പം അസ്ലാം കൊണ്ടിരുന്ന് ഞങ്ങൾ സംസാരിക്കുക, അസ്ലാം പറയായിരുന്നു 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആശാ വർക്കറുടെ അലവൻസ് 1000 രൂപയായിരുന്നു. ഇപ്പൊ 9000 രൂപയാണ്. ഏത് 10 വർഷം വീഴുമ്പോൾ ഒരു വർഷം ശരാശരി 1000 രൂപ വെച്ച് കണക്കൂട്ടിയാലും ആ വർധനവ് 10 വർഷം ഈ സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് 9000 രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് മറക്കരുത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ തുക കൊടുക്കുന്നവിടെ അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് 1500 രൂപ മാത്രമേ. 1500 രൂപ. ബാക്കി മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ പാറശാല വരെ റോഡ് 4 വരി പാതയാക്കി എക്സ്പ്രസ് ഹൈവേ ആക്കി മാറ്റുന്നതിന് വേണ്ടി സ്ഥലമെടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് ആണ് മറ്റെല്ലാ സംസ്ഥാനത്തിനും പണം കൊടുക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ കാര്യം വന്നപ്പോൾ പറഞ്ഞു കേരളത്തിന് തരത്തില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മളോടൊരു ഒരു ചിറ്റമ്മയുടെ നയമാണ്, ചിറ്റമ്മ തരത്തില്ല, കാരണം ചിറ്റമ്മയുടെ കൊച്ചല്ലല്ലോ എന്നുള്ളത് കൊണ്ട് ചിറ്റമ്മയുടെ കൊച്ചാക്കാങ്ങി തരാം എന്നാണ് പല നേതാക്കന്മാരും. അതിന് പ്രയാസമായിരിക്കും. ഇനിയിപ്പം പെറ്റുപോയ കൊച്ചിനെ ചിറ്റമ്മയുടെ കൊച്ചാക്കാൻ പാടായിരിക്കും. അപ്പൊ ഈ ചിറ്റമ്മയുടെ കൊച്ചിന് കൊടുക്കാത്തത് പോലെ നമുക്ക് ഒന്നും തരത്തില്ല. അപ്പം എന്ത് ചെയ്തു, സ്ഥലം നമ്മൾ എടുത്തു കൊടുക്കണം. സംസ്ഥാന സർക്കാർ 5000-ലധികം കോടി രൂപയാണ് അധികമായി ചെലവഴിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, കാസർഗോഡ് മുതൽ ഇങ്ങനെ പാറശാല വരെ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം സാധാരണക്കാരുടെ സ്ഥലങ്ങൾ ഏറ്റെടുത്തതിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റിൽ കോടിക്കണക്കിന് രൂപ വന്നു ഈ വികസനത്തിലൂടെ. ഈ റോഡ് സൈഡിലൊക്കെ കടയുള്ളവരും വീടുള്ളവരുമായ ആളുകളെ എല്ലാം കെട്ടിടങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു സമ്പത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് നിസ്സാര കാര്യമല്ല. കേരളം അതുകൂടെ സമ്പന്നമായി ഈ റോഡ് വന്നത് കൊണ്ട് നമുക്ക് യാത്ര സുഖമാകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ റോഡ് വന്നതിന്റെ പേരിൽ നമ്മുടെ ജനങ്ങളുടെ കയ്യിലേക്ക് വലിയൊരു തുക വന്നിട്ടുണ്ട് എന്ന് പറയാം. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിയൊരു തുക വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. 5000 കോടി കൊടുത്തത് ഈ തമിഴ്നാട്ടുകാർക്കല്ല, ഹിന്ദിക്കാർക്കല്ല കൊടുത്തത്, വടക്കേ ഇന്ത്യക്കാർക്കല്ല, കേരളത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്കാണ് കിട്ടിയത്. പിന്നെ വന്ന ഏറ്റവും വലിയൊരു വികസനമായി BJP പോലും ഉയർത്തി കാണിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം. ബാലഗോപാലൊക്കെ പോയതുകൊണ്ടല്ല, ഇപ്പൊ തന്നെ മുമ്പിലിരുത്തി ചോദിച്ചേനെ, ഈ നിമിഷം വരെ കേന്ദ്ര ഗവൺമെന്റ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.
നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും കേന്ദ്രം സഹായിച്ചു. കേന്ദ്രം പോർട്ട് തുടങ്ങാൻ അനുവാദം തന്നു എന്നുള്ളത് ശരിയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് പോർട്ട് തുടങ്ങാൻ അനുവാദം തന്നു. അതിന്റെ ഒരു വശത്ത് അദാനിയാണ്. ഇതുവരെ അദാനി ചെലവാക്കിയ പണത്തിന്റെ ആ തുകയേക്കാൾ 3 ഇരട്ടി, 2 ഇരട്ടി, അതായത് 3-ൽ 2. ഇപ്പൊ 300 രൂപ ചെലവാക്കിയാൽ അതിൽ 100 രൂപ അദാനി ചെലവാക്കി, 200 രൂപ സംസ്ഥാന സർക്കാർ ചെലവാക്കി. കേന്ദ്ര ഗവൺമെന്റ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ 1 പൈസ പോലും ഇന്ന് വരെ മുടക്കിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുക്കാമെന്നാണ്. അത് കേരള ഗവൺമെന്റ് ഉറപ്പ് കൊടുക്കണം. 30 വർഷത്തിനുള്ളിൽ ഈ പണം തിരിച്ചു കൊടുക്കണം, പലിശയും മുതലും ചേർത്ത്. അതായത് തരാൻ പോകുന്നത് 821 കോടി. അതായത് അദാനി പോർട്ടിന് നഷ്ടം സംഭവിച്ചാൽ, വിഴിഞ്ഞ പോർട്ടിന് നഷ്ടം സംഭവിച്ചാൽ അത് നികത്താൻ വേണ്ടി സംഭവിച്ചാൽ, അത് പ്രത്യേകം കൊടുക്കണം, സംഭവിച്ചില്ലെങ്കിൽ കൊടുക്കൂല, സംഭവിച്ചാൽ 826 കോടി രൂപ കൊടുക്കും. പക്ഷെ ഇത് ഏതാണ്ട് 3000 കോടി രൂപയായി നമ്മൾ തിരിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട്? കടമാണ്, പലിശയുണ്ട്, ലാഭത്തിന്റെ വിഹിതമുണ്ട് ഇതിനകത്ത്. ഇത് വരുന്നത് അങ്ങനെയാണ്. UDF സർക്കാരിന്റെ കാലത്താണ് ഇത് തുടങ്ങിയത്, ഞങ്ങളാണെന്നൊക്കെ അവകാശപ്പെടുന്നത്. UDF സർക്കാരിന്റെ കാലത്തുള്ള ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ ഈ പോർട്ട് തുടങ്ങി 2045 അദാനി നമുക്ക് ലാഭത്തിന്റെ വിഹിതം തന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 6 വർഷം കഴിഞ്ഞാൽ അദാനി ലാഭത്തിന്റെ വിഹിതം. പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ എഗ്രിമെന്റിൽ മാറ്റം വരുത്തി. പഴയ എഗ്രിമെന്റ് പറ്റൂല, ഞങ്ങൾ പുതിയ എഗ്രിമെന്റ് വേണം, എന്നാൽ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അദാനി തയ്യാറായി. അതായത് ഇന്ന് 2026 ആയിട്ടുള്ളൂ. 2045 അദാനി ലാഭത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാർ തരേണ്ടിയിരുന്നത് ആ എഗ്രിമെന്റ് പ്രകാരം. ആ എഗ്രിമെന്റ് റദ്ദാക്കി, പുതിയ റദ്ദാക്കിയപ്പോൾ 6 വർഷം കഴിയുമ്പോൾ, തുടങ്ങി 6 വർഷം, തുടങ്ങിയിട്ട് 2 വർഷം കഴിയും, 4 വർഷം കഴിഞ്ഞാൽ അടുത്ത 2028 കൂടി ഇവര് നമുക്ക് ലാഭത്തിന്റെ വിഹിതം തരേണ്ടി വരും സംസ്ഥാന സർക്കാരിന്. ഈ മാറ്റങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെയും UDF തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മളിപ്പോ ആമയുടെ കാര്യം പറഞ്ഞു, ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അതിന്റെ അപകടം ഞാൻ പറഞ്ഞുതരാം. വനം മന്ത്രി കൂടിയായിരുന്ന ഞാൻ അതിന്റെ ഒരു അപകടം പറഞ്ഞുതരാം. ഇതുവരെ ഒരാളും പറയാത്തൊരു അപകടം. ഈ ആമയുടെ മുട്ട ഇടുന്ന എന്തോ ഒരു റിസർച്ച് സെന്ററോ മുട്ട വിരിക്കുന്ന മെഷീനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഈ ആമ കടലിൽ നിന്ന് കയറി വരും, വന്ന് കടപ്പുറത്ത് കുഴി കുഴിക്കും, അതിൽ മുട്ടയിടും, അത് മൂടി വെക്കും. അത് വിരിഞ്ഞു കഴിയുമ്പോൾ ഈ ആമ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം കൂടി കടലിലേക്ക് ഇറങ്ങി പോകും. അപ്പൊ ഈ ഭാഗത്ത് കൂടി നടക്കാൻ പാടില്ല. നമ്മൾ അതിന്റെ പുറത്തുകൂടെ കയറി നടന്നാൽ മണ്ണിനടിയിൽ മുട്ട പൊട്ടിപ്പോകും. മണ്ണ് അത് ചെറുതായിട്ട് കുഴിയെടുക്കും, ഇത്രയും കുഴിയെ കാണത്തുള്ളൂ താഴോട്ട്. അതിനകത്ത് മുട്ടയിടും, മുട്ടയിട്ടിട്ട് അത് തന്നെ മൂടും തിരിച്ച്. അപ്പൊ വിളയിൽ കിടക്കുന്ന മണ്ണാണ്, ചവിട്ടിയ മുട്ടയെല്ലാം പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, വംശനാശം നേരിടുന്ന കടലാമയെ രക്ഷിക്കാൻ വേണ്ടി പദ്ധതി ഗുജറാത്ത് മുതൽ തീരദേശത്തെന്നാ പറഞ്ഞത്. ഇത് മുട്ടയിടുന്ന തീരദേശങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പൊ എന്താ സംഭവിക്കാൻ വന്നാൽ ടൈഗർ സാങ്ച്വറി പോലെയാവും. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്ത് താമസിക്കുന്നവർക്കും സ്വന്തം വീട്ടുമുറ്റത്തുള്ള കടപ്പുറത്ത് ഇറങ്ങിയാൽ പോലീസ് പിടിച്ച് ജയിലിലിടുന്ന ഒരു നിയമത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. അല്ലാതെ മുട്ടയിടുന്ന ഫാക്ടറി ഉണ്ടാക്കുന്നല്ല. ഇത് കരയിൽ എവിടെയാ മുട്ടയിടുന്ന ആർക്കും പറയാനൊക്കില്ല. അത് കയറുമ്പോ ഒരു മേഖല അറിയും, ഇന്ന മേഖലയിൽ മുട്ടയിടുന്ന സ്ഥലമാണ്, അത് മൊത്തം ഒന്ന് തടയും. അവിടെ മനുഷ്യന് കയറാൻ പാടില്ല. നമ്മളങ്ങോട്ട് അവര് വേലി കിട്ടുകയോ അല്ലെങ്കിൽ അവർ കേസെടുക്കുകയോ ചെയ്യും. കാരണം വനത്തിനകത്ത് കയറാൻ പറ്റുമോ? ടൈഗർ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കാൻ പറ്റുമോ? അവിടെ രാത്രികാലം, പകലോ രാത്രിയോ മനുഷ്യന് കയറി നടക്കാൻ പറ്റുമോ? അപ്പോഴേ ഫോറസ്റ്റ് പിടിച്ചോണ്ടു എന്ന് പറയുന്നത് പോലെ ഈ തീരദേശത്തും മനുഷ്യന് ജീവിക്കാൻ, വള്ളത്തിൽ പോകാൻ പറ്റത്തില്ല. വള്ളം എവിടെയും കയറ്റാൻ പറ്റും. തീരദേശമുള്ള എവിടെയും മത്സ്യത്തൊഴിലാളികൾ വള്ളം ഇങ്ങനെ കയറ്റാം, തുടങ്ങി വന്നാൽ മതി. അവർക്കറിയാം പാറയില്ലാത്ത സ്ഥലം നോക്കി അവരിങ്ങ് പോരും. അങ്ങനെ ഇനി അത് പറ്റില്ല. ഈ പറയുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. ആ സ്ഥലത്തേക്ക് പിന്നെ തീരദേശത്തുള്ള സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രവേശനമില്ല, ടൂറിസ്റ്റുകൾക്കും പ്രവേശനമില്ല. കാരണം നമ്മൾ ചവിട്ടി പൊട്ടിച്ചാലും മുട്ട. ഇത് അപകടം, അടുത്ത അപകടം നമ്മുടെ മുമ്പിൽ വരികയാണ്. പിന്നെന്താ അടുത്ത അപകടം? ബഡ്ജറ്റ്, ഇപ്പൊ കേന്ദ്ര ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ട്, ഖനനം നമ്മൾ ഏറ്റെടുക്കും. അതെങ്ങനെ ഖനനം ഏറ്റെടുക്കുന്നേ? അതായത് ചവറ മിനറൽസിന് വേണ്ടി, ടൈറ്റാനിയം ഫാക്ടറിക്ക് വേണ്ടി ഖനനം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. നമ്മൾ ഖനനം ചെയ്യുന്നു, നമ്മൾ അത് വർദ്ധിപ്പിക്കുന്നു, അതിനെ വാല്യൂ അഡീഷൻ കൊടുക്കുന്നു, അതിനെ ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നു, വിൽക്കുന്നു. അതാണ് ടൈറ്റാനിയം കമ്പനി അനേകം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന, സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചു കൊടുക്കുന്ന ടൈറ്റാനിയം ഫാക്ടറി. ആവശ്യമായ മണ്ണ് അവിടെ ഉണ്ട്. അത് ഇനി എടുക്കാൻ പോകുന്ന കേന്ദ്ര ഗവൺമെന്റ്. അവിടുന്ന് മാത്രമല്ല, വയനാട്ടിലെ വനഭൂമിയുടെ അടിയിൽ, വയനാടൻ താമരശ്ശേരി ചുരം കയറി പോകുന്ന വനഭൂമിയുടെ അടിയിൽ കയറി ചെല്ലുന്നിടത്ത് വലിയ ധാതു നിക്ഷേപം ഉണ്ടെന്നാണ് കണ്ടുപിടുത്തം. അതായത് കാട് വെട്ടി തെളിച്ച് അടിയിൽ കിടക്കുന്ന ധാതു വലിയ ഹിറ്റാച്ചിയും JCB വെച്ച് തോണ്ടിയെടുത്ത് പോകുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. അപകടങ്ങളാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ ആമയെ കിട്ടിയുള്ളൂ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്നെങ്കിലും കിട്ടാൻ പോകുന്ന അപകടം ഇച്ചിരി വലുതാണ് എന്ന് ഓർക്കുക. 2-3 അപകടങ്ങൾ വളരെ വലുതായിട്ട് കേരളത്തിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന, വയനാട്ടിലെ
വനഭൂമിയുടെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ധാതുക്കളെ ഖനനം ചെയ്യാനുള്ള പരിശ്രമത്തെ തുടക്കം അതിന്റെ ഒരു വിളിയാണ്. നമ്മൾ വിചാരിക്കും ആമയെ തന്നുള്ളൂ, ധാതുക്കളെല്ലാം ഖനനം ചെയ്തെടുത്ത് രാജ്യത്തെ രക്ഷിക്കും. അങ്ങനെയല്ല, അത് കുത്തക മുതലാളിമാർക്ക് ഖനനം ചെയ്ത് കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുക്കും. ചവറയിൽ നിന്ന് മാറുന്ന കരിമണൽ കൊണ്ടുപോകുന്നതിന് കുത്തന മുതലാളിമാരായിരിക്കും. അതിന്റെ പണം ശേഖരിക്കാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കാരണം ഇത്ര അടി താഴ്ചയ്ക്ക് പോയാലേ കേന്ദ്ര ഗവൺമെന്റ് അവകാശമുള്ളൂ. മേളിൽ കിടക്കുന്ന മണൽ വാരുന്നതിന് ആരുടെ അനുവാദമുണ്ട്? സംസ്ഥാന സർക്കാരിന് വാരാൻ. ഇത് അപകടകരമായ രണ്ട് കാര്യം. ഒന്ന്, ഈ ആമയുടെ കേസ് വലിയ അപകടമായി മാറും. അതുപോലെ ഈ ഖനനം വലിയ അപകടമായി മാറും. കേരളത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ബഡ്ജറ്റാണ്. അല്ലാതെ ഗുണമില്ല എന്ന് മാത്രമല്ല. എയിംസും ഒന്നും തന്നില്ല എങ്കിലും എയിംസ് തരത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു പറഞ്ഞു എയിംസ് തരത്തിൽ എനിക്ക് അറിഞ്ഞൂടി. എയിംസ് തരുമെന്ന് പറയുന്ന ആളിനെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടി. അതുകൊണ്ട് ആ ആളിനെ ഈ കൂടെ കിടന്നവൻ എന്റെ രാപ്പനി അറിയാവൂ. അപ്പൊ അതുകൊണ്ട് ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞേ. മറ്റവനെ എന്തൊക്കെ വിളിച്ച്, പക്ഷെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് എയിംസ് തരാത്ത എന്താ മറ്റവനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനല്ല ചോദിക്കുന്നത്, നാട്ടുകാർ ചോദിക്കുന്നു. എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഒരു പഴയ ചൊല്ലുണ്ട്, മുണ്ട് കൊടുത്ത് കോണാൻ വാങ്ങിക്കാൻ പറയും. നല്ല മുണ്ട് കൊടുത്തുകൊണ്ട് വന്നേച്ചേ അത് ഊരി കൊടുത്തിട്ട് കോണാൻ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി. ഇവിടെ എയിംസ് വരണമെന്നുണ്ടല്ലോ, കോഴിക്ക് ഏതാണ്ട് വരുമെന്ന് പറഞ്ഞിടക്കാം. എയിംസ് വന്നിട്ട് ചികിത്സിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് എന്തുവാ? ഞങ്ങൾ NDA അധികാരത്തിലെത്തിക്കൂ, ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാം. അത് ഈ കോഴിക്ക് ഏതാണ്ട് വരുമെന്ന് പറഞ്ഞിടക്കാം. അത് വന്നേച്ച് പാൽ കുടിക്കാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇതാണ് ഇവരുടെ കയ്യിൽ കേന്ദ്രത്തിന്റെ അവഗണന. അതിന്റെ കൂടെ ഇവിടെ UDFന്റെ വർഗീയത. നമ്മളിപ്പോ BJP കളിയൊക്കെ പറയും, BJPക്കാര് വർഗീയവാദികളാണ്, RSS ഉണ്ട് എന്നൊക്കെ പറയും. അതവിടെ നിൽക്കട്ട്. അവരെക്കാൾ മോശമായ ജാതിയാണ് കോൺഗ്രസ് പറയുന്നത്. വിവിധ ജാതികളാണ്, വിവിധ ജാതികൾ. അതായത് മതം പറഞ്ഞ് ഭിന്നിപ്പിച്ചുകൊണ്ട്. എവിടെ? ശ്രീനാരായണ ഗുരുദേവ് ജനിച്ചു വളർന്ന മതം ഏതായാലും മനുഷ്യൻ നന്നാവണമെന്ന് പഠിപ്പിച്ച, മനുഷ്യൻ ജാതി മതങ്ങൾ ചോദിക്കുന്നത് അപമാനമാണെന്ന് പഠിപ്പിച്ച, ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച മണ്ണിൽ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇത് ക്രിസ്ത്യാനി, ഇത് മുസ്ലിം, ഇത് നായര്, ഓർത്തഡോക്സ്, യാക്കോബ, ഇങ്ങനെ തിരിച്ച് തമ്മിലടുപ്പിച്ചിട്ട് അവരുടെ എല്ലാം വോട്ട് വാങ്ങി പെട്ടിയിലിട്ട് ജയിക്കുന്ന ഫോർമുലയാണ് നടക്കുന്നത്. ഏത് വർഗീയ ശക്തികളുമായും കൂട്ടുകൂടാൻ അവർ തയ്യാറാവുകയാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കോട്ടം വരുന്ന തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം അവസരവാദപരമായ കൂട്ടുകെട്ടാണ്. കോൺഗ്രസിന്റെ അവസരപരമായ കൂട്ടുകെട്ടും അഴിമതിയുമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അതിലാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. BJPയുടെ പ്രവർത്തന വിജയം കൊണ്ടല്ല, കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവസരവാദപരമായ സമീപനവും മതന്യൂനപക്ഷങ്ങളോടും മറ്റുമുള്ള സമീപനം, ജാതിപരമായ സമീപനം അവര് എടുത്തു. അതിനാണ് അവർ പൊടിഞ്ഞു വരുന്നത്. മതേതരത്വന്റെ നിലപാട് വിട്ടുകൊണ്ട് അവർ നീങ്ങിയപ്പോഴാണ്, ഇന്ത്യയിൽ അഴിമതി വർദ്ധിച്ചപ്പോഴാണ് മറ്റൊരു ഗവൺമെന്റ് വരട്ടെ എന്ന് ജനങ്ങൾ, വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുകയും അങ്ങനെ BJP അധികാരത്തിലെത്തുകയും ചെയ്തു. BJP അധികാരത്തിൽ കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, BJP അധികാരത്തിൽ കൊണ്ടുവന്ന ഇടതുപക്ഷ മുന്നണിയല്ല. BJP അധികാരത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ദുർഭരണം കണ്ട് പൊറുതിമുട്ടിയാണ് ജനങ്ങൾ BJP വോട്ട് ചെയ്ത് BJP അധികാരത്തിൽ കൊണ്ടുവന്നത്. പിന്നീട് അവർ പിടിച്ചു നിന്നു, അത് വേറെ കാര്യം. പക്ഷേ ഈ അപകടമെല്ലാം, ഇനിയും അപകടങ്ങൾ വിളിച്ചു വരുത്താൻ പോകുന്നതിന് പുറകിൽ കോൺഗ്രസ് ആണ്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടതെല്ലാം ജാതിയായിരുന്നു. നമ്മളെല്ലാവരും ചിന്തിച്ചു, ശബരിമല എന്തെങ്കിലും ഒരു വിളി, ഈ സർക്കാരിനെതിരെ മറ്റെന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ച് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പോലും UDFക്കാർ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ സർക്കാരിൽ അഴിമതിയില്ല. നമ്മളെന്താണ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഏറ്റവും വെറുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വർഗീയതയും ഒന്ന് അഴിമതിയുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ വെറുക്കപ്പെടേണ്ടതാണ്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും ഇവിടെ പറഞ്ഞില്ല. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ വികാരത്തെ ഉണർത്തിവിടാൻ ശ്രമിക്കുകയും, ശബരിമല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഒരു നിലപാടാണ്. അതിനകത്ത് ശബരിമലയോടെ അയ്യപ്പനോടൊപ്പമാണ്. കാരണം ഈ വഴിയിൽ കച്ചവടം നടത്തുന്നവരും ആ സീസണിൽ അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവരും എല്ലാം സാധാരണക്കാരായ വിവിധ മതങ്ങളിൽപ്പെട്ടവരാണ്. അപ്പൊ അവരുടെ ആ ഒരു വികാരത്തെ, അയ്യപ്പൻ എന്ന വികാരത്തെ ചൂഷണം ചെയ്ത് അധികാരം പിടിക്കുക എന്നുള്ള നടപടിയുടെ ഭാഗമാണ് ഇപ്പോൾ അസംബ്ലിയിലും കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നു എന്നതും അത് അന്വേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഈ സ്വർണ്ണക്കൊള്ള നടത്തിയെന്ന് കണ്ടുപിടിക്കുന്നത് ഹൈക്കോടതിയാണ്. അതിന്റെ തുടർന്നുള്ള അന്വേഷണം ഹൈക്കോടതിയാണ്. അതിനെ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയാണ് ഈ കേസിനെ വിലയിരുത്തുന്നത്. ഓരോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, SITയുടെ ഉദ്യോഗസ്ഥന്മാർ അടച്ചിട്ട കോടതി മുറിയിൽ 2 ആഴ്ച കൂടുമ്പോൾ അന്ന് വരെ നടന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി 2 ജഡ്ജിമാരെ, ഒരു വിദ്യയല്ല 2 ജഡ്ജിമാരെ ബോധ്യപ്പെടുത്തണം. ഡിവിഷണൽ ബെഞ്ചാണ്. ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അവിടെ നിന്നും അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ന രീതിയിൽ പോകണമെന്ന് നിർദ്ദേശം കൊടുക്കും. ഇന്ന പോലെയെല്ലാം അന്വേഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറയും. കൊണ്ടുവന്നത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും. ഇന്നേ ദിവസം വരെ
ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് SIയുടെ അന്വേഷണം തൃപ്തികരമാണ് എന്നാണ് കഴിഞ്ഞ 3 or 4 സിറ്റിംഗിന് ശേഷവും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഡിവിഷണൽ ബെഞ്ചാണ് പറയുന്നത്. അപ്പൊ ഈ സൂപ്പർവൈസർ ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല, കേരളത്തിന്റെ DGP അല്ല, SITയെ കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് എന്ന് ഈ ദുഷ്ടലാക്കുള്ളവർ മനസ്സിലാക്കണം. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശബരിമല കൊള്ള നടത്തിയത് മാലോവാലം പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ മുമ്പേ. കൊള്ള നടത്തിയത് ആരായാലും, ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും, ഏത് പ്രമാണിയാണെങ്കിലും അകത്ത് കിടക്കുന്നു. കോൺക്രീറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏതാ ശബരിമലയിലെ കൊടിമരം നമുക്ക് എടുക്കാം ഉദാഹരണം. കള്ളത്തരമല്ലേ ഇത്? അന്ന് ആരാണ് കൊടിമരം തടിയാണെന്ന് പറഞ്ഞ് പൊളിച്ചത്? വായുവാഹനം എന്ന് പറയുന്ന അയ്യപ്പന്റെ വാഹനം, കൊടിമരത്തിന്റെ മുകളിലിരിക്കുന്ന ദിവ്യമായ അയ്യപ്പന്റെ വാഹനം കുതിര, അതിനെ എടുത്ത് തന്ത്രിക്ക് കൊടുത്തതാരാ? പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിൽ കൂടിയാണ്, അല്ലാതെ വേറെ ഞങ്ങളാരും അല്ല. അപ്പൊ പറഞ്ഞെന്താ, ഇത് പൊളിച്ചു പണിയണം, ഇത് കുഴപ്പമാണ്. അപ്പൊ കോച്ചിയും കൂടെ ചേർന്നു. എന്താ ജ്യോതിഷം എന്ന് ആലോചിക്കണം കേട്ടോ. ജ്യോതിഷം വെച്ചേച്ച് പറയാണ്, ഇത് ഈ കൊടിമരത്തിന്റെ അകത്തുള്ള തടി ദ്രവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാറ്റണം എന്നാണ് ദേവപ്രശ്നം. തന്ത്രി പറഞ്ഞു, അയ്യോ ഇനി ഒരു ദോഷം താമസിക്കാൻ പാടില്ല, ഇത് വീണാൽ വലിയ ദുർലക്ഷണമാണ്, പറ്റിക്കുമെന്ന് പറഞ്ഞു. അഴിച്ചു നോക്കിയപ്പോൾ കോൺക്രീറ്റാണ്. ഈ കോൺക്രീറ്റിൽ കൊടിമരം എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രദേശങ്ങളിലെ കൊച്ചമ്പലങ്ങളിൽ പോലും ഇല്ല, അല്ലയോ? നമ്മൾ കൊടിമരം എന്തോ ചെയ്യുന്ന വലിയ തേക്ക് മരം വാങ്ങിച്ചേച്ച് എണ്ണ തോണിയിട്ടേക്കും, മാസങ്ങളോളം അതിൽ കിടന്ന് അതിലുള്ള ഇതെല്ലാം ഇറങ്ങിയതിനു ശേഷം ഈ തടി കട്ടിയായതിനു ശേഷം ഈ തടി കുഴിച്ചു നിർത്തിയതിനു ശേഷം അതിന്റെ പുറത്താണ് സ്വർണത്തിന്റെ ആയാലും ചെമ്പിന്റെ ആയാലും ഇത്രയുടെ അതിന്റെ ഈ കവർ ഇടുന്ന ആ പറ ഇങ്ങനെ അകത്തോട്ട് ഇറക്കിയിടും. എന്നിട്ടാണ് കൊടിമരം ഉണ്ടാക്കുന്നത്. ആ കൊടിമരത്തിന്റെ മുകളിൽ ഇപ്പൊ തലൂർ അമ്പലത്തിൽ പോയി നോക്കിയാൽ ആ കൊടിമരത്തിന് മുകളിൽ ഇരിക്കുന്നത് സിംഹമാണ്. കാരണം ദേവിയുടെ വാഹനം സിംഹമാണെന്നാണ് സംഗതി. കൊട്ടാകര ഗണപതി അമ്പലത്തിൽ പോയി നോക്കിയാൽ എലിയാണ് അതിന്റെ പുറത്തിരിക്കുന്നത്. ഗണപതിയുടെ വാഹനം എലിയായതുകൊണ്ടാണ്. ശിവന്റെ പടിഞ്ഞാറ്റിങ്കര അമ്പലത്തിൽ പോയി നോക്കി, ഇപ്പൊ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു, കോടിക്കണക്കിന് രൂപ ഇപ്പൊ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു. അതിന്റെ മേളിൽ ഇരിക്കുന്നത് നന്ദിയാണ്, ശിവന്റെ വാഹനമാണ്, ഒരു കാള അതിന്റെ പുറത്ത് കിടക്കുകയാണ്. അയ്യപ്പന്റെ വാഹനമായ കുതിര എടുക്കുമ്പോൾ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞാൽ 2 തന്ത്രിമാരില്ലേ, ഇത് 2ആയിട്ട് മുറിച്ചു കൊടുക്കാൻ തന്ത്രി. കണ്ഠര് മഹേശ്വരും ഉണ്ട്, കണ്ഠര് രാജീവരും ഉണ്ട്. ആണേ 2 പേരുണ്ട്. 2 തന്ത്രിമാര് മാറി മാറിയായി. അപ്പൊ ഇളക്കുന്ന സമയത്ത് ഇതെടുത്ത് ഒരു തന്ത്രിക്ക് കൊടുക്കും. അപ്പൊ ഇവരൊരു കമ്പനിയാണ്. മറ്റവർക്ക് എന്താ കൊടുക്കാത്ത? അവർക്കും അങ്ങനെ അവർക്കും അവകാശമില്ല. ഈ തന്ത്രിയെ നിയമിക്കുന്ന ആരാ? അയ്യപ്പന്റെ കുടുംബമാണ്, അയ്യപ്പന്റെ ബന്ധുവാണ്. അതൊക്കെ വെറുതെ കള്ളം പറയുന്നത്. ഇവിടെ അമ്പല കമ്മിറ്റിക്കാരെ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ടല്ലോ. തന്ത്രി ആരാന്ന് ആരെ തീരുമാനിക്കുന്നത്? അമ്പല കമ്മിറ്റിക്കാർ. ഒരു അമ്പലം പുതുക്കി പണിതാൽ ആ അമ്പലത്തിന്റെ അവസാനം NSSന്റെ ഒരു അമ്പലം അഞ്ചല് കളരിയിൽ ക്ഷേത്രം ഒരു വലിയ കുടുംബം NSS എഴുതി കൊടുത്തു. അതിന്റെ പുനർനിർമ്മാണം വന്നപ്പോൾ അവിടെ തന്ത്രി ആരെ വെക്കണം എന്ന് ചോദിച്ചപ്പോൾ അച്ഛനാണ് തീരുമാനിച്ചത് കാളിദാസ ഭട്ടതിരി വരട്ടെ എന്ന്. അങ്ങനെ ആ അമ്പലത്തിന്റെ തന്ത്രി കാളിദാസ ഭട്ടതിരിയായി മാറി. അല്ലാതെ കാളിദാസ ഭട്ടതിരി ഈ അമ്പലമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അന്ന് എടുത്ത നാലുകൂടിയും പ്രസിഡന്റ് എന്ന നിലയിൽ അച്ഛൻ ഒരു തീരുമാനം എടുത്തു. അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു, തന്ത്രിയായി. പിന്നീട് 2ാമത് പുനരുദ്ധാരണം നടത്തി. അപ്പോഴും അദ്ദേഹം തന്നെ തന്ത്രിയായി വന്നു എന്ന് പറഞ്ഞ് ശബരിമല ക്ഷേത്രം കത്തി നശിച്ചതിന് ശേഷം ചിത്രേനാൾ മഹാരാജാവ് ഈ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ കാണുന്ന ശബരിമല ക്ഷേത്രം 18 പടിയോടുകൂടിയ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ പ്രധാന പുസ്തകം അതിന്റെ പരിഷ്കാരങ്ങളൊക്കെ വരുന്നുണ്ട്. മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, R. ശങ്കർ സെക്രട്ടറി മെമ്പറുമായിരുന്ന 2 അംഗ ദേവസ്വം ബോർഡായിരുന്നു. ആ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ രാജാവ് സൃഷ്ടിച്ചതാണ്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ കമ്മിറ്റിയാണ്, അവർ 2നുമുള്ള കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം പുതുക്കി പണിയുന്നത്. മഹാരാജാവിന്റെ പൈസയ്ക്കാണ് പണിയുന്നത്, ചിത്രനാൾ മഹാരാജാവിന്റെ. അപ്പൊ അന്ന് അവർ തീരുമാനിച്ചു, ഈ കുടുംബക്കാരെ ചെങ്ങന്നൂരിൽ ഈ കുടുംബക്കാരെ തന്ത്രിയായിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. അല്ലാതെ അവിടെ അതിന് തന്ത്രിയൊന്നുമില്ല. ഇത് വനത്തിനുള്ള ഒരു താപസ ക്ഷേത്രമാണ്. അയ്യപ്പന്റെ താപസനായ അയ്യപ്പന്റെ ക്ഷേത്രമാണ്. അവിടെയുള്ള പ്രാദേശികമായി അവിടെ താമസിക്കുന്നവർ, വനത്തിൽ താമസിക്കുന്നവർ അവര് പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെ വളരെ ദിവ്യമായ ക്ഷേത്രമായതുകൊണ്ട് അവിടെ പിന്നീട് വന്ന പുരോഗതിയുടെ ഭാഗമാണ്. അവിടെ തീവെപ്പൊക്കെ ഉണ്ടായി, അതെല്ലാം പോയി. അതെല്ലാം കഴിഞ്ഞ് നല്ലൊരു ക്ഷേത്രം നിർമ്മിക്കാൻ തിരുവിതാംകൂറിലെ രാജാവ് തീരുമാനിക്കുകയും ചിത്രേനാൾ മഹാരാജാവ് തീരുമാനിക്കുകയും അതിന്റെ ചുമതല ഏറ്റെടുത്തത് മന്നത്ത് പത്മനാഭനും R. ശങ്കറുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ. അല്ല തന്ത്രി ജനിച്ചപ്പോൾ അയ്യപ്പന്റെ ചേട്ടനാന്നോ അച്ഛനാന്നോ ഒക്കെ വെറുതെ പറയുന്ന, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. വെറുതെ നമ്മൾ ഈ TV ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാർ പറയുന്നതാണ്. ഞാനിതൊക്കെ പഠിച്ചവനാണ്, വിശ്വസിക്കുന്നതാണ്, ഞാൻ വിശ്വാസിയാണ്. ഇതെല്ലാം പറഞ്ഞങ്ങ് മുതലെടുക്കുക. എന്നിട്ട് പറഞ്ഞു വന്നപ്പോൾ തന്ത്രിയെ പിടിച്ചപ്പോൾ പിന്നെ കുഴപ്പമായി. അത് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ബഹുമാനപ്പെട്ട കോടതിക്ക് വിശ്വാസം മതി. കള്ളവാരി കാണിച്ചാലും അത് ഏത് പ്രമാണിയാണെങ്കിലും അത് പിടിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഈ 10 വർഷം പിന്നിടുമ്പോൾ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണമെങ്കിലും ഉന്നയിക്കാൻ കഴിഞ്ഞു. ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പാണ് ഈ ക്യാമറ വെച്ച് റോഡിലൊക്കെ ഈ ക്യാമറയിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഇവർ 2 പേരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു.
അപ്പോഴാണ് കോടതി പറഞ്ഞത് 2 കേസും ഈ അടുത്ത കാലത്ത് തള്ളിക്കളഞ്ഞു, യാതൊരു എവിഡൻസും ഇല്ല, ഇതിൽ അഴിമതി ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അപ്പൊ പിന്നെ ശബ്ദമില്ല. പ്രതിപക്ഷ നേതാവിനോട് തന്നെ കോടതി ചോദിച്ചത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്നാണ് പ്രതിപക്ഷ നേതാവിനെ പറ്റി ഹൈക്കോടതി പറഞ്ഞത്. നമ്മളല്ല പറഞ്ഞത്, ഹൈക്കോടതിയാണ് പറഞ്ഞത്. അവിടെ കൊണ്ടുവന്ന കേസിൽ വ്യക്തമായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ കൊണ്ടുകൊടുത്ത കേസിന്റെ വിധി പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇത് പബ്ലിസിറ്റിക്കാണ്, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല എന്ന് പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കബളിപ്പിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ നമ്മളെ കബളിപ്പിക്കുകയാണ്. ഈ വികസന രംഗത്ത് പത്തനാപുരം എടുത്തു നോക്കിയാൽ എന്തിന്റെ കുറവാണ് പറയും, ഏതിനാണ് കുറവുള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ കാര്യറയിലെ മണ്ണാങ്കുഴി പാലം ആര് പൈസ അടച്ചു? ഗണേഷ് കുമാർ പൈസ അടച്ചു. LDF നേതൃത്വം കൊടുത്തിരുന്ന ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷം രൂപ അടച്ചു. കോൺഗ്രസ് പറഞ്ഞ പൈസ എവിടെ? കോൺഗ്രസ് പറഞ്ഞ പൈസ എവിടെ? UDF പറഞ്ഞ പൈസ എവിടെ? ഒരു യോഗം വിളിച്ചു ബഹുമാനപ്പെട്ട MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സുരേഷ് ഞാൻ 1.5 കോടി രൂപ, ഇതുകൊണ്ട് തീരില്ല, നിങ്ങൾ 1.5 കോടി സംഘടിക്കണം. 50 ലക്ഷം പഞ്ചായത്തിൽ, ഇതാണ് ഞങ്ങളുടെ ധാരണ. അതിൽ ഞാൻ കൊടുക്കാനുള്ള 1.5 കോടി പ്രത്യേക അനുമതി വാങ്ങി പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കും, അല്ലെങ്കിൽ മെമ്പർമാരോട് ചോദിച്ചു നോക്കും, അല്ലേ? അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാലത്ത് തന്നെ പഞ്ചായത്ത് വെക്കേണ്ട 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ബാക്കി 1.5 കോടി രൂപ കിട്ടിയില്ല. ഇപ്പൊ അനുമതി കിട്ടുന്നില്ല. അന്ന് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട്, അദ്ദേഹം MP ആണ്, അദ്ദേഹത്തിന് അവിടെ സ്വാധീനമുണ്ട്, അദ്ദേഹം പറഞ്ഞ വാക്ക് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പണം അടച്ചു. സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിയിട്ടാണ്. MLA ഫണ്ട് നേരത്തെ കൊടുക്കാൻ വകുപ്പില്ല. പക്ഷെ എന്നിട്ടും ബാലഗോപാലിനെ കൊണ്ട് ഇവരെന്നെ അസ്ലാമുണ്ട്, ജഗദീശനുണ്ട്, ഇവരെല്ലാവരും തിരുവനന്തപുരത്ത് ബാലഗോപാലിനെ കണ്ടിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഉത്തരവിലൂടെ 1.5 കോടി അടച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തീരില്ല. ഈ 3.5 കോടി കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിന് 50 ലക്ഷം വേണം. അതും ഞാൻ ഇതിന്റെ പുറകെ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് പണി തീർന്നു വരുമ്പോൾ, പണി തീർന്നു കഴിഞ്ഞാൽ അതിന് ഇറങ്ങി വരുന്ന അപ്രോച്ച് റോഡ്, വിളക്കുടി പഞ്ചായത്തിലേക്ക് ഇറങ്ങുന്ന, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ആ അപ്രോച്ച് റോഡിന് 50 ലക്ഷം വേണം. അതും ഞാൻ കൊടുക്കാൻ സാധ്യത. മെമ്പർ അവിടെ ഇരുന്നുണ്ടല്ലോ, ദീനെ പറ, സത്യവല്ലി പറഞ്ഞു, അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ആളല്ലേ ആണേ പറഞ്ഞേ, ഞാൻ അതും കൊടുക്കാന്ന് പറഞ്ഞു. കാര്യം നിങ്ങളാണെങ്കിൽ എവിടെയൊക്കെ എന്തെല്ലാം ചോദിച്ചു. കഴിഞ്ഞ ദിവസം പരിഹാസം എന്നാണ് പത്തനാപുരത്തെ വികസനത്തിൽ 48 സ്കൂളുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവരൊന്നും അല്ല, വെളിയിൽ ഇരുന്നുകൊണ്ട് ചില യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ കള്ളം പറഞ്ഞു, തള്ളല്ല സുഹൃത്തുക്കളെ, അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. 55 സ്കൂളുണ്ട്. കഴിഞ്ഞ 10-11 വർഷത്തിനിടയിൽ MLA ഫണ്ട് ഉപയോഗിച്ചു. UDF സർക്കാരിൽ 5 പൈസ കിട്ടിയിട്ടില്ല. MLA ഫണ്ട് ഉപയോഗിച്ച് ആദ്യം ഘട്ടം കുന്നല, എടത്തറ, പട്ടാഴി, സദാനന്ദപുരം, തലച്ചിറ, പിന്നെ ചക്കോരയ്ക്കൽ, ഇങ്ങനെ കെട്ടിടങ്ങൾ പണിഞ്ഞു തുടങ്ങി. ആദ്യം പണിത കെട്ടിടം പിറവന്തൂർ പഞ്ചായത്തിൽ മഹാനായ ഗുരുദേവൻ അവിടെ സന്ദർശിച്ചപ്പോൾ അന്നത്തെ കാലത്ത് പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം, ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ആ സ്കൂൾ ഒരു സർക്കാർ സ്കൂളായി മാറി. ആ സ്കൂളിനാണ് ഈ നിയോജകമണ്ഡലത്തിൽ ആദ്യമായി MLA പണ്ഡിതൻ 2 മന്ദിരം പണിയുന്നത്, വലിയ കെട്ടിടം. അതിനെ തുടർന്ന് കുന്നല, എല്ലാ സ്ഥലത്തും ഞാനൊന്ന് എണ്ണി. ഉദ്ഘാടനം ചെയ്തത്, പണി തീർത്ത് ഉദ്ഘാടനം ചെയ്തത് 53. പണം അനുവദിച്ച് കിടക്കുന്നത് 2 റെഡിയായി. ഒന്ന് MLA ഫണ്ടാണ്, പിന്നെ തലൂര്, പിന്നെ നടുത്തേരി, പിന്നെ ഗുര സ്കൂള്, അതിന് പൈസ അനുവദിച്ചു കഴിഞ്ഞു. നിങ്ങൾ പേടിക്കേണ്ട, ഇലക്ഷൻ വരുന്നതിലും ഈ ഒരു മാസത്തിനുള്ളിൽ അടുത്ത 2 സ്കൂളെങ്കിലും, മിനിമം 3 അല്ലെങ്കിൽ 2 സ്കൂളെങ്കിലും വരും. അതൊന്ന് വരാൻ പോകുന്നത് കമ്മൂഞ്ചേരിയിലാണ്, കമ്മൂഞ്ചേരി തലവൂർ ഭാഗത്താണ്. മറ്റൊന്ന് വരാൻ പോകുന്ന വെട്ടിക്കവല പാലമുക്ക് കോളനിയുടെ അടുത്തായിട്ട് ഒരു വെൽഫെയർ സ്കൂളുണ്ട്. ആ സ്കൂളിനാണ് 2 എണ്ണം എഴുതി കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇന്നും മന്ത്രിയോട് സംസാരിച്ചു, എഴുതി കൊടുത്ത് 2 ദിവസം കിട്ടും. ഒരു ഹയർ സെക്കൻഡറി കൂടി ബോണസ് ആയിട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പട്ടാഴിയിലേക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്. പട്ടാഴി സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്. അത് പട്ടാഴി കൊടുക്കാനാണ് എഴുതി കൊടുത്തു കഴിഞ്ഞു. കാരണം ഇന്ന് തന്നെ എഴുതി തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ എഴുതി കൊടുത്തു. ഞാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചത്, ഏത് ഹയർ സെക്കൻഡറി കൊടുക്കാം. കാരണം ഇടത്തറയിലും പുന്നലയിലും ഒക്കെ ഇഷ്ടംപോലെ കെട്ടിടമായി. ഈ തള്ളേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, ഒന്നും തള്ളേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ആശുപത്രി എവിടെ എന്ന് ചോദിച്ചു. ആശുപത്രി എവിടെ കണ്ടല്ലോ, താലൂക്ക് ആശുപത്രി പണി തീരാറായി. ജൂൺ മാസത്തോടുകൂടി താലൂക്ക് ആശുപത്രി പണി തീരും, ഉദ്ഘാടനം ചെയ്യും. അത് സഖാവ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇതൊക്കെ അങ്ങ് മാറും. എന്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇലക്ഷനെ പറ്റി ഒന്നും പറയാനൊക്കത്തില്ല. അവസാനത്തെ 20 ദിവസം അല്ലെങ്കിൽ 15 ദിവസം അതിനുള്ളിലാണ് കളി മുഴുവൻ. അപ്പൊ എന്ത് സംഭവിക്കുന്നു അതനുസരിച്ച് മാറും. ആ സമയത്ത് അയ്യപ്പന്റെ കട്ടള അടിച്ചുകൊണ്ട് പോയി, സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നെല്ലാം പറഞ്ഞു. അത് നേരത്തെ ഈ വാജിവാഹനൻ എടുത്തു മാറ്റി ആ തന്ത്രിക്ക് കൊടുക്കുന്ന ഒന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വലിയ പ്രശ്നം വരത്തില്ലായിരുന്നു. കാരണം മോട്ടിച്ചതിൽ അവർക്കും പങ്കുണ്ട്. വാജിവാഹനൻ എടുത്തങ്ങോട്ട് കൊടുക്കാൻ ഇത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കുടുംബ സ്വത്താണ്. അജയ് തറയുടെ അമ്മാമന്റെ വകയാണോ ഇതങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ? അങ്ങനെ കൊടുക്കാൻ നോക്കൂ. മുട്ടസൂചിയാണെങ്കിലും ഭഗവാന്റെ വകയാണ്.
ദേവസ്വം ബോർഡിന്റെ ഭവനം അത് ദാനമാണ്, ഇത് മോഷണമാണ്. ഇത് മോഷണമാണെങ്കിൽ അത് മോഷണമാണ്. അത്രേ ഉള്ളൂ. വേറെ പര്യായം പറയണ്ട, ഒരു തർക്കവും വേണ്ട. ഇത് മോഷണമാണെങ്കിൽ അത് മോഷണം. ഭഗവാന്റെ സ്വത്താണ്. ദേവസ്വം ബോർഡിന്റെ സേഫ് ലോക്കറിന്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട സാധനമാണ് എടുത്തുകൂടാ. അപ്പൊ തന്ത്രി പറയുന്നത് ഞാൻ അങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. ഇനി അയാൾ എടുത്തുകൊണ്ട് പോയെങ്കിൽ അങ്ങ് തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയെങ്കിൽ അത് തിരിച്ചു കൊടുക്കാന്ന് എന്തിനാ പറയുന്നത്? അപ്പൊ അതിന് കള്ളമുള്ളതുകൊണ്ടാ. ഈ കള്ളന്മാരെ എല്ലാം വിളിച്ച് എവിടെ കൊണ്ടുവന്നത് ഈ തന്ത്രി എത്തിയത്? പത്മോ ജയിലിൽ കിടക്കുന്ന പത്മകുമാറാണോ? വാസുവാണോ? അല്ലല്ലോ. അവരാരുമല്ല. കൊണ്ടുവന്നവരാ. അവിടെ കയറ്റി, അകത്ത് കയറ്റി, കടവെടുക്കുന്നു, കട്ടളയെടുക്കുന്നു, കടവിന്റെ പാളിയെടുക്കുന്നു. അവന്റെ ഫോട്ടോകളല്ലേ ഈ കോറ്റി ആരെ കൊണ്ടുവന്നത്? ഈ കോറ്റി അവിടെ കൊണ്ടുവന്നത് മോട്ടിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നത് ഈ തന്ത്രിയല്ലേ? ഇവനെ ആർക്ക് പറ്റില്ല? ഇവൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനാണ്. ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ജോലിയുള്ള പൂജാരിയാണോ? അല്ല. വെളിയിൽ നിന്നൊരു കോറ്റിയെ തന്ത്രി കൂടെ കൊണ്ടുവരികയും അതിന്റെ ഉള്ളിൽ കയറ്റി അമിത സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായി അവിടെ മുതലെടുപ്പാണ് അയ്യപ്പന്റെ. ഞാൻ ഇന്നും ഒരു പറയാം, എന്റെ മനസ്സിൽ കിടക്കുന്ന, എന്റെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ആളാ പറയാം, എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഈ സാധനം. കേന്ദ്ര ഗവൺമെന്റ് പോലും തൊടാൻ പറ്റാത്ത ഏതോ ഒരു ഭക്തന്റെ വീട്ടിൽ, ആന്ധ്രയിലോ കർണാടകത്തോ ഏതോ ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ഒറിജിനൽ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ എന്റെ മനസ്സ് പറയും, ദൈവം എന്നോട് പറയുന്നത് വിറ്റു. ഇത് ഉരുക്കിയതും പിടിച്ചൊന്നുമില്ല, ഇത് വിറ്റു. കോടാനുകൂടി വയ്ക്കുക. അതെന്റെ സ്വർണത്തിന്റെ വിലയ്ക്കല്ല. ഭഗവാന്റെ തിരുനടയിൽ വർഷങ്ങളായിരിക്കുന്ന കട്ടിളപ്പാളിയും കഥവുമാണ് ജയറാമന്റെ വീട്ടിൽ പൂജയ്ക്ക് കൊണ്ടുപോയതുപോലെ പല സ്ഥലത്തും കൊണ്ടുപോയി. ജയറാമന്റെ വീട്ടിൽ പൂജയ്ക്ക് വെച്ചു. ജയറാം ഒരുപാട് റിക്വസ്റ്റീറ്റാണ്. മറ്റേ മുതലാളി വെച്ചു, ഈ മുതലാളി വെച്ചു എന്ന് പറയുമ്പോൾ ഇതെനിക്ക് വേണം എന്ന് ഏതൊരു ഭക്തനും ആഗ്രഹിക്കും. കോടീശ്വരനായ ഒരു ഭക്തൻ കൊടുക്കാൻ കോടികളുള്ള, സ്വന്തമായിട്ട് 2-3 ഹെലികോപ്റ്റർ മുറ്റത്ത് കിടക്കുന്ന പണക്കാരുണ്ട് ആന്ധ്രയിൽ. വലിയ കോട്ടമതിൽ പോലെ ഇൻകം ടാക്സിന് ഇടിക്കൊന്നും കയറാൻ പറ്റാത്ത 3 നില കെട്ടിടത്തിനകത്ത് കോട്ടമതിൽ കെട്ടി അകത്ത് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്ത് ജീവിക്കുന്ന പണക്കാരുണ്ട് ആന്ധ്രയിൽ. സ്വന്തം വിമാനമുള്ളവരുണ്ട്. ഖനനം ചെയ്യുന്നവരാണ്. പാറയും ഗ്രാനൈറ്റും ഖനനം. അതുള്ള ഏതോ ഒരു പണക്കാരന്റെ വീട്ടിൽ യവന്മാരത് കൊണ്ടുവച്ചു. ഇത് അവിടെ കാണും. പക്ഷെ കേരള പോലീസിനോ CBIക്കോ EDക്കോ ഇൻകം ടാക്സിനോ കയറി എടുക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അത്ര ഭയങ്കര കുഴപ്പമില്ല സ്ഥലമാണ്. കാരണം ഇത് സാധാരണ സ്വർണം ഒരുക്കിയിരിക്കുന്ന പൈസയൊന്നും അല്ല ഇതിന്റെ വില. ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ തിരുനടയിൽ വർഷങ്ങളോളം ഇരുന്ന് പൂജിച്ച ആ കയറി വരുന്ന കഥവും അതിന്റെ കട്ടളയുമാണ്. സ്വർണത്തിലാണ്. ഇത് ഏതവന്റെ ജയറാമന്റെ വീട്ടിൽ ഒരുക്കി വെച്ചേക്കുന്ന നമുക്ക് തന്നെ അത്ഭുതം തോന്നി. നല്ല ലൈറ്റൊക്കെ ഇട്ട് ഒരുക്കി വെച്ച് പൂജ. അതുപോലെ ഏതോ വീട്ടിൽ കൊണ്ടുവച്ചു. അവർ പറഞ്ഞ പൈസയെ മാറ്റം കൊടുത്തു. പക്ഷെ അവിടെ നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല. അത് പ്രതീക്ഷ വേണ്ട. കാരണം അവിടെ അങ്ങനെ കയറാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ത്യ ഗവൺമെന്റ് പോലും കയറി ചെല്ലാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട്. പണക്കാരുടെ കയ്യിൽ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അടിച്ചു കൊണ്ടുപോവുക, എല്ലാവരും കൂടി ചേർന്ന് കൊണ്ട് ഇരുന്നവരെല്ലാം കക്കുക. എന്നിട്ട് LDFന്റെ പേര് പിണറായി വിജയനാണ്. ഞാൻ ഇന്നാൾ വേറൊരു അയ്യപ്പനെ അപമാനിക്കുന്ന ഒരു കാര്യമില്ല, ഒരു പാരടി പാട്ട് നേതാക്കന്മാരൊക്കെ സോണിയാഗാന്ധി മാത്രമേ ഇനി പാടാൻ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും പാടി. ഞാൻ നോക്കുമ്പോ ആ കോന്നി വഴി ഇങ്ങോട്ട് വരുമ്പോ ഒരു ആന്ധ്രയിൽ നിന്ന് വന്നൊരു വണ്ടി, ഒരു ബസ് ഇങ്ങനെ പോവാ. ശബരിമല അയ്യപ്പന്മാരിങ്ങനെ പോവാ. അവിടെ തൊഴുതിട്ട് ഏതാ പാട്ട്? ദേവന്മാരെ പാരടി പാട്ട്. അയ്യപ്പനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്നയില്ലയോ? പാവപ്പെട്ട ആന്ധ്രയിൽ നിന്ന് വരുന്ന ആളിന്റെ അർത്ഥം മനസ്സിലായില്ല. ഇത് രാഷ്ട്രീയക്കാരെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാരടിയാണെന്ന് മനസ്സിലാക്കാതെ ഇത് കാസറ്റിലിട്ട് വണ്ടിക്കകത്ത് കേൾപ്പിച്ചുകൊണ്ട് പോവാ ശബരിമലയ്ക്ക്. അയ്യപ്പന്റെ ശരണം വിളിക്കുന്നവരെ ഒന്ന് ആലോചിച്ചു. ഇവിടെ പലരും കേട്ട് കാണുമത്.